السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ നിയമനിർദ്ദേശനത്തെ ಜೀವನತೆಲ್ಲ ಸಂದರ್ಭದಲ್ಲಿ ಪಾಲಿಸಿದ ಜೀವಿಕೋಣ ಚೊಂತು ಸ್ವಂತತೆ ಮರಕಾಂತ ಉಡಕೂಡಿತುಲ್ಲೆ ಓರೋರ್ತೊಟ್ಟಂ ವಸಿಯತಾಕ್ರ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാമിനെ നല്ല രൂപത്തിൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് അല്ലാഹു തൻ അനുഗ്രഹിക്കട്ടെ. ഏതൈതിക്ക് ഹഖ് ചൊന്തും ഏതൈതിക്ക് ബാത്തിൽ ചൊന്തും ഹഖിനെ സ്വീകരിക്കുകയും ബാത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയില്ലേ, അതുകൊണ്ട് പ്രയത്നാക്കുന്നതിന് മുഖാന്തര അതിന് പരിശ്രമിച്ചിട്ട് ആ കിട്ടിയ ഹഖിനെ സ്വീകരിക്കുക പ്രയത്നിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതുപോലെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ കാലഘട്ടത്തില് ലോകത്തില് പല രൂപത്തില് ഹറാമും പല ബർക്കത്തറും പല രൂപത്തില് മ്ലേച്ഛമായതും കാണുന്ന ഒരു കാലഘട്ടം എത്തിക്കണം. 1400 വർഷം മുന്നോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അവിടെ ഇന്നങ്ങനത്തെ മക്കത്തെ മുശ്രിക്കുകളുടെ ജീവിതത്തിൽ കണ്ടു ഇന്നങ്ങനത്തെ പല ഹറാമിയത്തും പല വെടുക്കത്തറും പല മ്ലേച്ഛമായിട്ടുള്ള പ്രവൃത്തിയും അങ്ങനെ നിന്ന് കണ്ടു. ആ സന്ദർഭത്തിലെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന് മുഖാന്തര ആ റായത്തിലുണ്ടായങ്ങനത്തെ ചേഞ്ചിക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൂസാക്കിയതായ വെപ്പൻ, ആ വെപ്പൻ എന്തേ ചൊല്ലിത്തിക്കണമെന്ന് മനസ്സിലാക്കരുത്. ആ വെപ്പൻ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടുള്ളതായ നന്റെ സൃഷ്ടിച്ചതായ നിങ്ങളെ സൃഷ്ടിച്ചതായ ലോകത്തുള്ള ഓരോ മനുഷ്യന്മാരും സൃഷ്ടിച്ചതായ അല്ലദീ ഖലഖൽ ലൈല വന്നഹാർ ജാവും പോലെ സൃഷ്ടിച്ചതായ അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ആകാശം ഭൂമിയെ സൃഷ്ടിച്ചതായ ഞങ്ങളെല്ലാവരും പഠിച്ചതായ ആ അല്ലാഹ് الذي خلق الشمس والقمر والنجوم والجبال والبحار സൂര്യ ചന്ദ്ര നക്ഷത്രപുഞ്ചത്തെയും അതേപോലെ കടലും പർവ്വതത്തെയും ഈ മർത്തരെല്ലാം ഉണ്ടാക്കിയതായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹ്, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതീർണാക്കിയ ഒരു ഗ്രന്ഥം ഖുർആൻ. ആ ഖുർആൻ രചിച്ചിരിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റായത്തുള്ള സമുദായത്തെ ചേഞ്ച് ആക്കിയത്. ആ ഖുർആൻ രചിച്ചിരിക്കുന്നത് ആ റായത്തിൽ നിന്നങ്ങനത്തെ പല ഹറാമിയത്തും പല ബർക്കത്തറും പല മ്ലേച്ഛമായിട്ടുള്ളതും പല അനാചാരത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തടഞ്ഞത്, അതിൽ നിന്ന് ദൂരം നിപ്പാട്ടിയത് അല്ലാഹുവിന്റെ ഖുർആൻ വെച്ചിരിക്കുന്നത്. എങ്ങനെ ഇത്തിക്കറ ഖുർആൻ വെച്ചിതാക്കിയത് നോക്കൂ. ആരെ വിട്ട ഇത്തിക്കറി ഖുർആൻ അവതീർണാവുന്നു നോക്കൂ. ഹാരിസ ചൊന്തുള്ള റബ്ബ ആ അബ്ബകുണ്ടായങ്ങനത്തെ ജന്താൻ മക്ക ഔസും ഖസ്റജ് ചൊന്തുള്ളത് ആ ജന്താൻ മക്കൾ നിಂತು ಪರಂಪರೆ ಇತ್ತು ಬಂತವರು ಗೋತ್ರ ಇತ್ತು. ಆ
ಗೋತ್ರത്തിൽ ആ ജണ്ടു ഗോത്രത്തില് പരസ്പര യുദ്ധം ഉണ്ടായിട്ട് ചെറിയ ഭവിഷ്യത്തുകളിലും ഗലാട്ടാക്കരങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ട് ആ അവസ്ഥ കാരണ പരസ്പര ശത്രുത്വത്തിൽ ഇന്നങ്ങനത്തെ കൗമരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേഞ്ച് ആക്കിയത് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന് മുഖാന്തരം ചേഞ്ച് ആവുന്ന കാരണം ഈ അല്ലാഹുവിന്റെ ഖുർആൻ ഐതിക്റ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയ വസ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാനാ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തന്ന പരസ്പര ശത്രു ഇന്നങ്ങനത്തെ ആൾമാർ പരസ്പര പകൽ ഇന്നങ്ങനത്തെ ആൾമാർ ചെറിയ ചെറിയ വിഷയത്തും യുദ്ധാക്കിയോ ഇന്നങ്ങനത്തെ ആൾമാർ ആ ആൾമാരുടെ നടുവിൽ പിരിസപ്പാടും സഹോദര്യത്വം ഉണ്ടാവില്ല കാരണം ഈ അല്ലാഹുവിന്റെ ഖുർആൻ ഐതിക്റ് അല്ലാഹുവിന്റെ ഖുർആൻ കിട്ടിയത് കാരണം അങ്ങനെ ജീവനത്തുള്ള ശത്രുത്വം പോയിട്ട് അങ്ങനെ പിരിസപ്പാട് ഉണ്ടായിട്ട് സഹോദര്യ ബന്ധം ഉണ്ടായിട്ട് അണ്ടത്തെ കാലത്തുള്ള അത്തരം ശത്രുവത്തെ ഇല്ലാത്തായിരുന്നെങ്കിൽ ഇണ്ടത്തെ കാലഘട്ടത്തിലുള്ള സഹോദരന്മാരൊട്ടിಗೆ ചൊല്ലുകുള്ളത് എന്തുകൊണ്ടൈത്തിക്കറ് ഞങ്ങളുടെ പരസ്പര ഈ ശത്രുത്വ എന്തൈത്തിക്കറ് ഇതിലുള്ള കാരണം അണ്ട ചെറിയ ചെറിയ വിഷയത്തിൽ യുദ്ധാക്കിയോ ഇന്നത്തെ ആൾമാരെ ചേഞ്ച് ആക്കിയത് ഈ അല്ലാഹുവിന്റെ ഖുർആൻ എന്തായെങ്കിൽ ഇണ്ടത്തെ കാലത്തുള്ള ഞങ്ങളെ പ്രോബ്ലം സോൾവ് ആക്കാൻ സാധിക്കാത്ത വിഷയം അങ്ങനല്ല വിഷയമുള്ളത് അല്ലാഹുവിന്റെ ഖുർആനെ മനസ്സിലാക്കിയിട്ടില്ല അല്ലാഹുവിന്റെ ഖുർആനെ സ്വീകരിക്കുന്ന പോലെ സ്വീകരിച്ചിട്ടില്ല അല്ലാഹുവിന്റെ ഖുർആനെ ഏത് രൂപത്തിൽ ജീവനത്തിൽ പാലനാക്കണ ആ രൂപത്തിൽ പാലനാക്കിയിട്ടില്ല അതുകൊണ്ട് ഇണ്ടും പരസ്പര ശത്രുത്വത്തിലേക്ക് ആൾമാരെ കാണാൻ സാധ്യ മുസ്ലിം ആയാൽ പിന്നെ അങ്ങനെ ജീവനത്തിൽ ചേഞ്ച് പറഞ്ഞു അത്തരം ശത്രുത്വം പകയുന്നങ്ങനത്തെ ആൾമാരെ അതേ കൗമരെ അല്ലാഹുവിന്റെ ഖുർആന്റെ മുഖാന്തരം നല്ലാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തങ്ങനത്തെ സർട്ടിഫിക്കറ്റ് കാണാ കുന്തും ഖൈറ ഉമ്മ ലോകത്തിൽ വെച്ചിട്ട് എല്ലാരെ കാട്ടിയും നല്ലൊരു സമുദായ തിക്രാർ നിങ്ങൾ ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് കൊടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ആ ചേഞ്ചുകുള്ള കാരണം ഈ തിക്റ് അല്ലാഹുവിന്റെ വിശുദ്ധമായിട്ടുള്ള ഖുർആൻ ആ ഖുർആൻ നിന്ന് ദൂരെ പോയത് ഈ തിക്റ് ഇന്നത്തെ മുസ്ലിം സമുദായത്തുള്ള പ്രോബ്ലം അതുകൊണ്ട് ഞങ്ങളുടെ ജീവനത്തിലെ ആ മക്കത്തെ മുശ്രിക്കുണ്ടായ ചേഞ്ച് പോലെ ഞങ്ങളുടെ ജീവനത്തിൽ വേണമെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആനെ ഞങ്ങളുടെ ജീവനത്തിൽ പിടിക്കണം ഈ തിക്റ് അത് പിടിച്ചെങ്കിൽ മാത്രമേ ആ ഞങ്ങൾക്ക് രൂപത്തിൽ ആ ഒരു രൂപത്തിലുള്ള ചേഞ്ച് ഞങ്ങൾക്ക് വരകു സാധ്യ അല്ലാഹു അതുകൊള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ അത് മാത്രമല്ല അണ്ടത്തെ കാലഘട്ടത്തിൽ ആൾമാർ പരസ്പര അന്യായമായിട്ട് പല സഹോദരന്മാരെയും കൊന്നോൻ തിന്നങ്ങനത്തെ ഒരു കാലഘട്ടം തിക്റ് ഒരു കാരണം ഇല്ലാത്ത അങ്ങനെ മേൽ അന്യായാക്കിയോ ഇന്നാറ് അങ്ങനത്തെ ഒരു സ്വഭാവത്തെ ആൾമാരെ മുട്ടൈ തിക്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ അവതീർണാക്കിയത് എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലരെ ആയത്ത് പ്രകാരം അങ്ങനെ ജീവനത്തിൽ ചേഞ്ച് വന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന ആരെങ്കിലും ഒരാൾ ഒരു നഫ്സിനെ കൊല്ലുക എന്തായെങ്കിൽ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ ഒരു വ്യക്തി ഒരു മനുഷ്യരെ കൊല്ലുക എന്തായെങ്കിൽ അന്യായിത്ത് അവന് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും കൊന്നതിക്ക് സമയത്തിക്കറ് അവനക്ക് അതുള്ള ശിക്ഷ ഉണ്ട് ചൊന്തുള്ളേ ആയത്തെറിഞ്ഞപ്പ അങ്ങനെ ജീവനത്തിൽ നിന്നുള്ള എല്ലാ ഈ അന്യായമായിട്ടുള്ള കൊലയിൽ നിന്നങ്ങ് മുട്ടുനിണ്ടാറ് അല്ലാഹുവിന്റെ ഖുർആന്റെ അവതീർണത്തോടു കൂടി അങ്ങനെ ജീവനത്തിൽ ചേഞ്ച് വന്ന് ഓർത്തോളോ ചൊന്നെങ്കിൽ ഒരു യഹൂദിയായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു മുസ്ലിം അടിച്ച സന്ദർഭത്തിൽ ആ യഹൂദിയായിട്ടുള്ള വ്യക്തി തന്റെ ഈ നമ്പലത്തെ തന്റെ ഈ മേലായ അന്യായത്തെ എടുത്തു പോയിട്ട് കംപ്ലൈന്റ് ആക്കിയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് കൈത്തിക്കറ് കാരണം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീർമാനം കൊടുക്കുർതു തീർപ്പ് കൊടുക്കുർതു ഈ ഖുർആന്റെ വെച്ചിതൈത്തിക്കറ് ഈ ഖുർആൻ ഓർക്കും ലലാലത്തുള്ളതല്ല ആൾമാരെ സമായത്തെ റുഗത്തുവാട്ടതൈത്തിക്കറ് അതുകൊണ്ട് നക്കുല്ല ന്യായ അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമനെ മുട്ട കിട്ടു മുഹമ്മദ് കിട്ടു ചൊന്തുല്ലേ ആ യഹൂദിക വിശ്വാസമുള്ള കാരണ അല്ലാഹുവിന്റെ ഖുർആൻ ഐത്തിക്കറ് ആ ഖുർആൻ നിന്ന് ഇണ്ടത്തെ സമൂഹ വിട്ടുപോയതൈത്തിക്കറ് പ്രോബ്ലം ഇണ്ടത്തെ സമൂഹ അതിൽ നിന്ന് ദൂരെ പോയതൈത്തിക്കറ് പ്രോബ്ലം അണ്ട് അത്തരം ബെടുക്കത്തറിഞ്ഞ ആൾമാരെ മുട്ട ഈ ഖുർആൻ അവതീർണായപ്പ അങ്ങനെ ജീവനത്തിൽ ചേഞ്ച് വന്ന് അന്യായമായിട്ട് കൊന്നോ ഇന്നങ്ങനത്തെ ആൾമാർ അതിൽ നിന്ന് വിട്ടുനിണ്ടാറ് അങ്ങനെ ശാശ്വതായിട്ട് ഈ ബെടുക്കത്തറിൽ നിന്ന് ഈ അന്യായത്തിൽ നിന്ന് വിട്ടുനിന്നാർ ആ ചേഞ്ചസ് ഉണ്ടാവണം തായെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആനെ ഞങ്ങൾ അതേപോലെ പിടിക്കണം എത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ നോക്കൂ അണ്ടത്തെ കാലത്തിൽ ഈ ഖുർആൻ അവതീർണായത് ആരുമുട്ട ഞങ്ങൾ നോക്കണ എന്തായെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കോ സാധ്യ ജീവനത്തിൽ കള്ളു കുടിച്ചിട്ട് ജീവിച്ചോ ഇന്നങ്ങനത്തെ ആൾമാർ ഈ അമലു പദാർത്ഥ ചൊന്തുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര ഉണ്ടാ അതിരെ കാട്ടി അപ്പുറത്തെ രൂപത്തിൽ അങ്ങനെ ജീവനത്തിൽ കല്ലുമൈത്ത് ബന്ധത്ത് പച്ചയിത്ത് കല്ലു കുടിച്ചോ ഇന്ന ആൾമാർ മരിച്ചെങ്കും നന്റെ മേല് മുന്തിരിങ്ങരെ മറവെക്കൊണു ചൊന്തു ആഗ്രഹിച്ചോ ഇന്നങ്ങനത്തെ ആൾമാർ ചൊന്നോ ഇന്നങ്ങനത്തെ ആൾമാർ വസിയത്താക്കിയോ ഇന്നങ്ങനത്തെ ആൾമാർ
അത്തരം ബെഡ്കത്തിൽ നിന്നങ്ങനത്തെ മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേഞ്ച് ആക്കിയ അല്ലാഹു ആയത്തിറക്കിയ കല്ല് നിഷിദ്ധക്കാക്കിര് നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കറു ചൊന്തു എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട ഫഹൽ അൻതും മുൻതഹൂൻ നിങ്ങൾക്ക് അതിൽ നിന്ന് ദൂരെ നിൽക്കോകു വിട്ടു നിൽക്കോകുള്ള ടൈം ಐತಿಲ್ಲೇ ಅಲ್ಲಾಹ್ ಸುಬ್ಹಾನಹು ವ ತಆಲ ಈ ಕ್ವೆಶ್ಚನ್ಗೆ ಅಂಗ ಕೊಡ್ತಾರೆ ಇಂದು ಉತ್ತರ ಎಂದೈತಿಕರಂಗಲ ಉತ್ತರ ಇಂತಹೈನಾ ರಬ್ಬೆ ಇದಾ ನಂಗ ഇതിൽ നിന്ന് വിട്ടു നിണ്ട ನಂಗ അതിൽ നിന്ന് ദൂര പോയ റബ്ബേ ചൊന്തുല്ലേ അവർ അങ്ങനെ നിന്ന് പ്രഖ്യാപന ಐತಿകരൻ കാണ്ടത് ഇന്നത്തെ കാലത്തുള്ള സഹോദരന്മാര് ആ ബെഡ്കത്തറ പോകില്ല കാരണ അങ്ങ് സ്വീകരിച്ച ഈ ഖുർആന്റെ അങ്ങനെ ജീവിതത്തിൽ പാലനാക്കിയൊന്നില്ല അങ്ങ് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്ത ഈ ആയത്തിനെ അങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാറ് കള്ളുടെ കച്ചവടത്തിൽ ഇന്ന ആൾമാർ കള്ളു കുടിച്ചോന്തിന്ന ആൾമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിര് നിഷിദ്ധാക്കിര് ചൊന്തുള്ള ആയത്ത് വന്ന സന്ദർഭത്തിൽ അങ്ങ് അതിൽ നിന്ന് ദൂരെ നിന്നാർ ദൈതികർ ഖുർആന്റെ മഹത്വം ഈ ഖുർആന്റെ ആയത്ത് കണ്ടപ്പമേ പച്ചയിത്ത് ആ കല്ലിലും മുഴുകി തിന്നങ്ങനത്തെ ആൾമാർ ചാവും പോലും കുടിച്ചോ ഇന്നങ്ങനത്തെ ആൾമാർ അതിനെ കച്ചവടത്തിൽ ഇന്ന ആൾമാർ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ബുടകുല്ല കാരണ അല്ലാഹുരെ ഖുർആൻ ഐത്തിക്കറ് ഈ ഡ്രഗ്സും ഈ പല രൂപത്തിലെ അമൽ പരാർത്ഥത്തിൽ നിന്ന് ഞങ്ങൾ ജീവിതത്തിൽ നിന്ന് ദൂരെ നിൽക്കണം തായെങ്കിൽ ഞങ്ങൾക്ക് ബേന്മായ ഒരു വിപനൈത്തിക്കറ് അല്ലാഹുരെ ഖുർആൻ അല്ലാഹുരെ ഖുർആന്റെ മുഖാന്തര ലോകത്തെ ചേഞ്ച് ആക്കോ സാധ്യ ഈ അമൽ പദാർത്ഥം ഈ കല്ലുള്ള ആൾമാർ അങ്ങനെ ജീവിതത്തിൽ നിന്ന് അതിൽ നിന്ന് മുക്താവണം ആഗ്രഹിക്കുന്നതായെങ്കിൽ അങ്ങനെ ജീവിതത്തിൽ ബേന്മായ ഒരു വിപനൈത്തിക്കറ് അങ്ങനെ ജീവിതത്തിൽ സ്വീകരിക്കണായ ഒന്നൈത്തിക്കറ് അല്ലാഹുരെ ഖുർആൻ ആ ഖുർആന്റെ സ്വീകരിച്ചെങ്കിൽ അങ്ങനെ ജീവിതത്തിൽ ഉണ്ടും തായെങ്കിൽ ഇത്തരത്തിലുള്ള ബെഡ്കത്തിൽ നിന്ന് വിട്ടു നിൽക്കോ സാധ്യ തിന്തില്ല ഏതൊരു കൗമരമുട്ടൈത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതീർണാക്കിയത് ജിനത്തിൽ മുഴുകിന്നങ്ങനത്തെ ഒരു സമൂഹ ജിനത്തിൽ വ്യാപകമായിത്തിന്നങ്ങനത്തെ ഒരു സമൂഹ എല്ലാ രൂപത്തെ വ്യഭിചാരത്തിൽ ഇന്നങ്ങനത്തെ ആൾമാർ ഒരു കിടാവ് ഉണ്ടായെങ്കിൽ ആ കിടാവ് ഒരു അബ്ബാറ് ചൊന്തു പിടിയില്ലാത്തങ്ങനത്തെ ഒരു അവസ്ഥ അത്തരം ജിനത്തിൽ നിന്ന് വ്യഭിചാരത്തിൽ നിന്ന് ആൾമാർ ആ ആൾമാരെ മുട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയ എന്തൈത്തിക്കറ് ലാ തഖറബു സിന നിങ്ങൾ ജിനത്തെ മുട്ട പോണ്ട നിങ്ങൾ ജിനത്തെ മുട്ട പോണ്ട ചൊന്തുള്ള ആയത്ത് വന്ന സന്ദർഭത്തില് നോക്കറ അങ്ങനെ ജീവിതത്തിൽ എത്ര ചേഞ്ച് ഉണ്ടായിട്ട് അങ്ങ് അതിനെ മുട്ട പോണ്ടതിൽ നിന്ന് ദൂരെ നിണ്ടാറ് തപ്പിത്ത് അതുക്ക് ഭൂനങ്ങനത്തെ ആൾവാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ചൊന്നാർ റസൂലേ തഹിർനി യാ റസൂലല്ലാഹ് റസൂലേ നന്റെ ശുദ്ധിയാക്കോർ ഉദ്ദേശിക്കരെ നന്റെ മേൽ ശിക്ഷ നടപ്പിലാക്കോർ എന്തുകൊണ്ടു അങ്ങത്ര പേടി എത്തിക്കറ് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്റെ പിടിക്കുവല്ലേ പരലോകത്ത് നാണ് ശിക്ഷകളുള്ള ആളാവല്ലേ അല്ലാഹുവിൽ നിന്ന് ശിക്ഷ നന്റെ മേൽ ബറുവല്ലേ ചൊന്തുള്ള പേടി കാരണ അങ്ങ് ദുനിയാവിലെ അല്ലാഹുരൊട്ടിಗೆ കേട്ടാർ റബ്ബേ ദുനിയാവിലെ നക്ക് ശിക്ഷത അത്തരം പേടിച്ചങ്ങനത്തെ ആൾമാർ അതിൽ നിന്ന് അങ്ങ് മുക്തായാർ ഇന്നത്തെ കാലത്ത് ഈ സിന വ്യാപകമായ ഈ സന്ദർഭത്തില് നിങ്ങൾക്ക് ചൊല്ലുകൊല്ലത് ആ സ്വഹാബിമാർ ആ അണ്ടത്തെ ആൾമാർ എങ്ങനെ ഖുർആന്റെ പിടിച്ച് തങ്ങളുടെ ജീവിതത്തിൽ ചേഞ്ച് വന്ന ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരിൽ പ്രത്യേകമായിട്ടും മുസ്ലിമായിട്ടുള്ള എല്ലാ സഹോദരന്മാരും അവനുക്ക് പിടിയുള്ള ഒരു വിഷയത്തിക്കറ് അല്ലാഹുരെ ഖുർആന്റെ പ്രകാര സിന ഹറാമൈത്തിക്കറ് സിന ഹറാമൈത്തിക്കറ് ലോകത്തിൽ ഇങ്ങനത്തെ ഒരു ചേഞ്ച് കുമറാറ് കൊണ്ട് സാധ്യല്ല ആയിരക്കണക്കില് ബുക്കലിന്റെ ആൾമാർ അങ്ങനെ കൊണ്ടൊരു സമൂഹത്തെ സിനത്തിൽ നിന്ന് ദൂരാക്കോ സാധിച്ചിട്ടില്ല അത് ഏത് ധർമ്മത്തെ ആൾമാർ എന്തായെങ്കും ആയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരായത്ത് ലാ തഖറബു സിന നിങ്ങൾ സിനത്ത് പോണ്ട സിനത്തെ മുട്ട പോണ്ട തെരുവിൽ പോണ്ട ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതീർണാക്കിയപ്പമേ അതിൽ നിന്ന് സമ്പൂർണ്ണയിട്ട് മുക്ത എങ്ങനത്തെ ഒരു സമൂഹ അത് മുസ്ലിം സമൂഹ എത്തിക്കറേ ആയെങ്ക ആ ഖുർആന്റെ ബുട്ട് നിന്നെങ്ങനത്തെ ആൾമാർ അങ്ങ് സിനത്തിലും വ്യഭിചാരത്തിലുള്ള ദൈത്ത് നിങ്ങൾക്ക് കാണോ സാധ്യ അതുകൊല്ലേ കാരണ എത്തിക്കറേ അല്ലാഹുരെ ഖുർആന്റെ അങ്ങ് ബുട്ടു നിന്റാർ അല്ലാഹുരെ ഖുർആനിൽ നിന്ന് അങ്ങ് ദൂരെ പോയാറ് അല്ലാഹുരെ ഖുർആന്റെ സ്വീകരിക്കുന്ന പോലെ അങ്ങ് സ്വീകരിച്ചിട്ടില്ല അല്ലാഹുരെ ഖുർആന്റെ ശരിയായിട്ട് കണ്ടോള്ളാറ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്നെ നസിഹത്തിനെ അങ്ങ് സ്വീകരിച്ചോന്നില്ല നോക്കൂ ഈ ഖുർആൻ അവതീർണായത് ആരെ മുട്ടൈത്തിക്കറ് നിങ്ങൾ മനസ്സിലാക്കറേ എന്തെങ്കിലും നിങ്ങൾക്ക് നോക്കാം ലൂട്ടിയാക്കിയോ ഇന്നങ്ങനത്തെ ആരാരെ സമ്പത്തിനെ അന്യായമായി എടുത്തോ ഇന്നങ്ങനത്തെ ഒരു പാവത്തെ വ്യക്തി തായെങ്കിൽ അവന്റെ മേൽ അന്യായി അവന്റെ സമ്പത്ത് എടുത്തോ ഇന്നങ്ങനത്തെ ഒരു സമുദായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേഞ്ച് ബർപ്പാട്ടിയത് പാവത്തെ ആളായി തിന്ന ആളുകൾ ഈ പൈസക്കാര അങ്ങനത്തെ സമ്പത്തിന്റെ ആൾമാർ അങ്ങനെ സമ്പത്തിൽ നിന്ന് സകാത്തും സദഖ കൊടുക്കുന്നു ചൊന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനാക്കിയ ಅದರ ಮುಖಾಂತರ അവിടെ ചേഞ്ച് ഉണ്ടായിട്ട് കക്കോക ആഗ്രഹിക്കുന്ന മനുഷ്യ അവന്റെ ജീവിതത്തിൽ അതിൽ നിന്ന് വിട്ടു നിണ്ട എന്തുകൊണ്ടു അവനക്ക് കിട്ടണായ ഹക്ക് അവനക്ക് കിട്ടിയൊന്തുണ്ടു അവനക്ക് കിട്ടണായ സക്കാത്തിന്റെ ഭാഗം അവനക്ക് കിട്ടിയോണ്ടു അവനക്ക് സ്വതക്ക കിട്ടിയൊന്തുണ്ടു ലോകത്തിൽ ഈ ഒരു ചേഞ്ച് ബർപ്പാട്ടിയത് അത് ഖുർആൻ ഐത്തിക്കറ്
അള്ളാഹുരെ ഗ്രന്ഥത്തെ കൊണ്ട് മാത്രം സാധിച്ചങ്ങനത്തെ ഒരു വിഷയത്തിക്കറ് ಲೋಕದಲ್ಲಿ ಪವರ್ಟಿ ಚೊಂತುಲ್ಲದು ಈ ಬಡತನ ಚೊಂತುಲ್ಲದು ಇಲ್ಲ ಅಂತ ಹಾಕೋಗಿಲ್ಲ ಫಲ ರೂಪತ್ತುಲ್ಲ ಪ್ರಯತ್ನ ಫಲ ರೂಪತ್ತುಲ್ಲಂತ ഓരോരു പുതിയ പുതിയതായിട്ടുള്ള വിഷയക്കുമെന്നങ്ങനത്തെ സന്ദർഭത്തിലൊന്നും നടക്കില്ല. ഏതു രൂപത്തിൽ പ്രയത്നാക്കിത്തും നടന്നോന്നില്ല. അങ്ങ് മനസ്സിലാക്കാത്തൊരു വിഷയത്തിക്കറ് അള്ളാഹുരെ ഖുർആൻ അങ്ങ് ജീവനത്തിൽ എടുത്തേന്തായെങ്കിൽ അത് എല്ലാത്തിനും സൊല്യൂഷൻ ഈ അള്ളാഹുരെ ഖുർആനിലുണ്ട്. അതൈത്തിക്കറ് ഖുർആന്റെ മഹത്വ. ആ ഖുർആന്റെ നിങ്ങളുടെ ജീവനത്തിൽ പിടിക്കണൈത്തിക്കറ് അള്ളാഹു അതുകൊല്ല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. നോക്കൂ, ഈ ഖുർആൻ അവതീർണായത് ആരെ മുട്ടൈത്തിക്കറ് അബ്ബാ ഉമ്മരെ ദൂര്യോ ഇന്നങ്ങനത്തെ ಅಬ್ಬಾ ಉಮ್ಮಗೂ ಕೊಡ್ಕೊಣಾಯ ಹಕ್ಕು ಕೊಡ್ತು ಅಂತಿಲ್ಲ ಅಂತಕ್ಕಂಥ ಅವസ്ഥ. ಉಮ್ಮರೆ ಕ್ಯಾರಾಕ್ಯೋ ಅಂತಿಲ್ಲ ಅಂತ ಅಬ್ಬರ ವಿಷಯത്തിലും ഉമ്മര വിഷയത്തിലും ഒരു രൂപത്തിൽ ക്യാരില്ലാത്തങ്ങനത്തെ ഒരു സമൂഹ. ആ സമൂഹത്തിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചേഞ്ച് ആക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്ത് എടുക്കുന്ന വിഷയം ചൊന്നപ്പ വഖലാ റബ്ബുക അല്ലാ തഅബുദു, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാത്രം ഇബാദത്ത് എടുക്കണം ചൊന്ന അല്ലാഹു കൽപ്പനാക്കിയ. എന്നിട്ട് അല്ലാഹു ചൊന്നത് ബിൽ വാലിദൈനി ഇഹ്സാനാ, നിങ്ങൾ അബ്ബാ ഉമ്മരൊട്ടിಗೆ നല്ല രൂപത്തിൽ വർത്തനാക്കണം ചൊന്നു. പക്ഷേ ഇത് ബെಡ್ಕತ್ತರಲ್ಲಿ ಇನ್ನಂತೆ ಅಬ್ಬಾ ಉಮ್ಮರ ದೂರಿಯೋ ಇನ್ನಂತೆ ಅಬ್ಬಾ ಉಮ್ಮರ ಅಡ್ಚೋ ಇನ್ನಂತೆ ಅಗಲ ಮೇಲೆ ಅನ್ಯಾಯ ಹಾಕಿಯೋ ಇನ್ನಂಗಲ ಕ್ಯಾರಾಕತ್ ಇನ್ನಂತೆ ഒരു സമൂഹത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേഞ്ച് ആക്കിയത് ഈ ഖുർആന്റെ മുഖാന്തര. അങ്ക് പടിപ്പാട്ടി കൊടുത്തത് അബ്ബാ ഉമ്മരൊട്ടിಗೆ നിങ്ങൾ നല്ലതിൽ ഇന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗ്ഗ കിട്ടൂ ചൊന്തുള്ള ഒരു ചേഞ്ച് ಐತಿಕರ ಬಂದಿದೆ. അതുകൊള്ള ಕಾರಣ ಐತಿಕರಿ ഖുർആൻ അങ്ങനെ ಜೀವನത്തിൽ ചേഞ്ച് ಬಂತು. ಅಬ್ಬಾ ಉಮ್ಮರ ಪಿರ್ಸ ಯಾರೈತು, ಅಬ್ಬಾ ಉಮ್ಮಗ ಹಾಕಿರಂತ ಸೇವೆ ಯಾರೈತು, ಅದು ಕಾಫಿರ್ ಐತುಲ್ಲ ಅಬ್ಬಾ ಎಂಗುಂ ಸಮ ഒരു മുസ്ലിം അല്ലാ താല ಅಂತ ಎಂಗುಂ ಸಮ. അങ്ങനൊട്ടിಗೆ ಎಲ್ಲಾ ರೂಪത്തെ ಹಕ್ಕಡಬಾಡ್ಲು ಮಂಗ ನಿಂಡಾರು. ಅಲ್ಲಾಹುರೊಟ್ಟಿಗೆ ಶಿರ್ಕ್ ಹಾಕೋಣು, ಅಲ್ಲಾಹುರೊಟ್ಟಿಗೆ ಅಲ್ಲಾಹುರ ದೀನರ ಧಿಕ್ಕಾರ ಕಾಟೋಣಾಯ ವಿಷಯ ಬಂದಪ್ಪ ಮಾತ್ರಮೇ ಆ ವಿಷಯത്തിൽ ನಿಂತು ಬಿಟ್ಟು ನಿಂದತ್ತು ബാക്കി എല്ലാ വിഷയത്തിലും ബಾ ഉമ്മരെ അനുസരിക്കാവുകയുള്ള കാരണ അല്ലാഹുരെ ഖുർആൻ ಐತಿಕರೆ. അല്ലാഹുരെ ഖുർആൻ കൊണ്ട് തുല്ലെ ചേഞ്ച് ಐತಿಕರೆ ನಂಗೆ മനസ്സിലാക്കറേ. ലോകത്തെല്ലാ ആൽമാരും ചേഞ്ച് ആക്കുകൊല്ലേ സാധിക്കറങ്ങനത്തെ ഒരേ ഒരു ഗ്രന്ഥ അത് അല്ലാഹുരെ ഖുർആൻ ಐತಿಕರೆ. ആ ഖുർആന്റെ പിടിച്ചങ്ങനത്തെ അണ്ടത്തെ മക്കത്തിൽ നിന്ന് ആൽമാർ ആ ഖുർആന്റെ സ്വീകരിച്ച് തങ്ങളുടെ ജീവിതത്തിൽ പാലനാക്കിയങ്ങനത്തെ ആൽമാർ അങ്ക് വിജയ കിട്ടിയത്. അങ്ങ് വിജയിച്ചാറ് കാരണ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നങ്ങനത്തെ ഓരോ നസീഹത്തും ഞങ്ങളുടെ ജീവിതത്തിൽ മേന്മായതൈത്തിക്കറ്, ഞങ്ങൾക്ക് ഉപകാരമുള്ളതൈത്തിക്കറ്. അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ഉപദ്രവമില്ല. നോക്കൂ, കച്ചവടത്തും ഇടപാടിന്റെ വിഷയവർമ്മത്തിക്ക് അവിടെ ബഡ്ഡിയിൽ മുഴുങ്ങി ഇന്നങ്ങനത്തെ ഒരു സമുദായ. ആ ബഡ്ഡിയിൽ മുഴുങ്ങി ആൽമാർ ബഡ്ഡിയുടെ കച്ചവടത്തിലും ഇടപാടിലും എടുക്കുന്നതും കൊടുക്കുന്ന വിഷയത്തില് ബഡ്ഡിലൈത്ത് മുഴുങ്ങി ഇന്നങ്ങനത്തെ ആൽമാർ. അങ്ങനെ വിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയ യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസിമാരെ, ലാ തഅകുലു റിബ, നിങ്ങ ബഡ്ഡിരെ തിന്നണ്ട, ഈ ബഡ്ഡി എടുക്കണ്ട, ഈ ബഡ്ഡിയിൽ നിങ്ങൾ പോകണ്ട, ഈ ബഡ്ഡി തിന്നണ്ട ചൊന്തുള്ള രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കിയ. അങ്ങ് അതിൽ നിന്ന് വിട്ടു നിന്റാറ്. ആ വിട്ടു നിന്നത് കാരണം അങ്ങനെ ജീവനത്തില് അങ്ങനെ കച്ചവടത്തില് ബർക്കത്തുണ്ടായിട്ട് ഇണ്ടത്തെ ആൽമാർ ആ ഒരു രൂപത്തിലുള്ള ചേഞ്ച് സ്വീകരിക്കാൻ റെഡിയില്ല. അങ്ങനെ കച്ചവടത്തിൽ ബർക്കത്തങ്ങ് ആഗ്രഹിച്ചോ ഇല്ല, അങ്ങനെ ജീവനത്തിൽ ബർക്കത്തങ്ങ് ആഗ്രഹിച്ചോന്നില്ല. അതുകൊണ്ട് ಐತಿಕರಂಗ ബഡ്ഡിയിലുള്ളത്. നിങ്ങൾക്ക് ജീവനത്തിൽ നിങ്ങളെ കച്ചവടത്തിൽ ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അണ്ട് ആ ഖുർആൻ അവതീർണായ സന്ദർഭത്തിൽ ഏത് രൂപത്തിൽ അങ്ങ് സ്വീകരിച്ചാറാ അതേ രൂപത്തിൽ അങ്ങ് സ്വീകരിച്ചെങ്കിൽ അതേ ബർക്കത്ത് ഞങ്ങളുടെ ജീവനത്തിൽ കാണാൻ സാധ്യ. അല്ലാഹു അതുകൊള്ള തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ആരെങ്കിൽ ആ ബഡ്ഡി വിടില്ല, അഹങ്കാരത്തിലും കിബറിലൈത്ത് ആ ബഡ്ഡിലെ നിൽക്കരൻ തായെങ്കിൽ അങ്ക് ചൊല്ലുകൊല്ലത് നിങ്ങൾ അല്ലാഹു റസൂൽ റൊട്ടിಗೆ യുദ്ധാക്കിற വിഷയത്തിലൈത്തിക്കറിങ്ങുള്ളത്. അല്ലാഹു റസൂൽ നിങ്ങളൊട്ടിಗೆ യുദ്ധാക്കിற വിഷയത്തിലുള്ള ഘോഷണത്തെ നിങ്ങൾ റെഡി ആയിട്ട് നെനപ്പാക്കി വെക്കൊരു ചൊന്തൈത്തിക്കറങ്ങളൊട്ടിಗೆ ചൊല്ലുകൊല്ലത്. അതുകൊണ്ട് മനസ്സിലാക്കുന്നത് അല്ലാഹുരെ ഖുർആൻ അവതീർണായ സന്ദർഭത്തില് ആ റായത്തിലെല്ലാ ബെഡ്കത്തറി ഇന്നങ്ങനത്തെ കൗമുലു അങ്ങനെ ജീവനത്തിൽ ചേഞ്ച് വന്നത് എത്രമാ സമുദായ കഴിഞ്ഞു പോയിട്ട് എത്രമാ ആൽമാർ കഴിഞ്ഞു പോയാറ്. 1400 വർഷത്തോളം ഇണ്ടും നിലനിന്നിട്ടുള്ളങ്ങനത്തെ ഒരു കാനൂൻ, ഒരു രൂപത്തിലെ ശരീഅത്ത് അത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ മാത്രമേ തിക്കറ് നിങ്ങൾക്ക് വ്യക്തമായിട്ടില്ലേ എല്ലാ രൂപത്തിലുള്ള സൊല്യൂഷൻ കാണുക സാധ്യ. അത് ഏത് രംഗത്തിൽ എടുത്തു നോക്കിയെങ്കും എല്ലാ രൂപത്തെ സൊല്യൂഷൻ അല്ലാഹുവിന്റെ ഖുർആനിൽ തിക്കറില്ലേ. ആയെങ്ക പ്രോബ്ലം ഇണ്ടത്തെ ആൽമാർ ആ ഖുർആൻ നിന്ത് വിട്ടു നിന്റോള. അങ്ങനെ ജീവനത്തെ ഉദ്ദേശം അങ്ക് പിടിയില്ല. നോക്കൂ, ഈ ഖുർആൻ അവതീർണായങ്ങനത്തെ സമൂഹ ആ സന്ദർഭത്തിൽ ഇന്നങ്ങനത്തെ ആൽമാർ ആ ആൽമാർക്ക് അങ്ങനെ ജീവനത്തെ ഉദ്ദേശം പിടിയില്ല. ഏതൊരു വിഷയത്ത് കൈത്തിക്കർ അല്ലാഹു ഉണ്ടാക്കി ഞങ്ങൾക്ക് പിടിയില്ല.
അങ്ങനെ ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ട് അങ്ങ് പിടിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട അഫഹസിബതും അന്നമാ ഖലഖനാകും അബതൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ വിചാരിച്ചത് നിങ്ങൾ നിശ്ചയത്തുള്ളത് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുതെ ഉണ്ടാക്കിയ ചൊന്തും നിങ്ങൾ അല്ലാഹുവിനെ വിട്ട് മടങ്ങുകയില്ല ചൊന്ത് നിങ്ങൾ വിചാരിച്ചിരാ ചൊന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കേക്കരെ കാണാ. അവിടെ രണ്ട് വിഷയം നിങ്ങൾക്ക് മനസ്സിലായി. ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ട് നിങ്ങളെ വെറുതെ ഉണ്ടാക്കിരാന്ന് കേൾക്കുമ്പോൾ അവിടെ മനസ്സിലായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. ഉദ്ദേശരഹിതമായിട്ടല്ല നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉദ്ദേശമുണ്ട്. രണ്ടാമത്തേത് നിങ്ങളുടെ ശാശ്വതല്ല. അള്ളാഹുരെ മുട്ട മടങ്ങും ഇന്നങ്ങ എത്തിക്ര ഈ വിഷയ അരിപ്പാട്ടി പോലമേ പരലോകത്ത് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രയത്നം അങ്ങ് എടുത്തങ്ങ എത്തിക്കാറ്. അണ്ടത്തെ കാലത്തെ ആൽമാർ അങ്ങനെ ജീവനത്തിൽ ചേഞ്ച് വന്ന് മൊത്ത സമൂഹമേ ചേഞ്ച് ചെയ്ത് ആ രൂപത്തിലുള്ള ചേഞ്ച് നിങ്ങൾക്ക് വേണമെന്നായെങ്കിൽ ഞങ്ങളെ യാഥാർത്ഥ്യമായിട്ടുള്ള ജീവനത്തെ ഉദ്ദേശ അതിനെ മനസ്സിലാക്കി നിങ്ങൾ ജീവിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് വരകു സാധ്യ. ഞങ്ങളുടെ ജീവിതത്തിൽ ആ ചേഞ്ച് കൊണ്ടുവരാൻ സാധ്യ. ഞങ്ങളുടെ ജീവിതത്തെ ഉദ്ദേശ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയ ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയത് അത് എന്ത് കൈത്തിക്കറ് അല്ലാഹുരെ മാത്രം ഇബാദത്ത് എടുക്കൂ. ആ ഉദ്ദേശം മറന്നപ്പോയി തിക്കറ് പല ആൾമാരും പല രൂപത്തിൽ ബെഡ്ക്കത്ത് പോയിട്ട് ചേരുന്നത്. ബെഡ്ക്കത്ത് പോയിട്ട് ഈ ബെഡ്ക്ക് പോയിട്ട് പൂലകുല്ല കാരണ അങ്ങനെ ഉദ്ദേശത്തെ മറന്നാർ. അതുകൊണ്ട് തങ്ങ മനസ്സിലാക്കണു അല്ലാഹുരെ ഖുർആൻ കംപ്ലീറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഐത്തിക്കറ്. എല്ലാ രംഗത്തിൽ നോക്കുകയും തായെങ്കും ലോകത്തെ ആൾമാരെ ചേഞ്ച് ആക്കി അങ്ങനത്തെ ഒരു ഖുർആൻ ഐത്തിക്കറ് അല്ലാഹുരെ ഖുർആൻ. അവിടെ മനസ്സിലാക്കുന്ന ഒരു വിഷയം ഈ ഖുർആൻ അവതീർണ ഒരു സന്ദർഭത്തില് ആ റായത്തിൽ എന്റെ ആൾമാരെ വിശ്വാസ അതെന്തൈത്തിക്കറ ആ വിശ്വാസത്തെ എങ്ങനെ ഐത്തിക്കറ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേഞ്ച് ആക്കിയത് നോക്കൂ. ആ റായത്തിൽ എന്റെ ആൾമാർ അങ്ങ് അല്ലാഹുരെ ഇബാദത്ത് എടുത്തോ ഇന്നാറ് അയങ്ക ഔലിയാക്കന്മാരെ അങ്ങനെ നല്ല ആൾമാരെ സ്വാലിഹീങ്ങളെ അങ്ങനെ നടുവിൽ വെച്ച് ദൈത്തിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് കൊടുത്തോ ഇന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പഠിപ്പാട്ടത് കാണാ എങ്ങനെ ഇത്തിക്കർ അങ്ങനെ ചേഞ്ച് ആക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലത് വല്ലദീന തഖദൂ മിൻ ദൂനി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അണ്ടത്തെ ആൾമാർ ചൊന്നാർ അല്ലാഹു അല്ലാഹ് ഇബാദത്ത് എടുത്തോ ഇന്നങ്ങനത്തെ ആൾമാർ ചൊന്നാറ് ഞങ്ങൾ ഇങ്ങനെ ഇബാദത്ത് എടുക്കില്ല അല്ലാഹുരെ മുട്ടാവുക മാത്രം ഇത്തിങ്ങനെ ഞങ്ങൾ ഒട്ടിക്കുള്ളത് ഇങ്ങനെ പിടിച്ചത് ഇങ്ങനെ പിടിച്ചതുള്ള ഉദ്ദേശം ഒന്ന് അല്ലാഹുരെ മുട്ടാവണോ ചൊന്ത ഇത്തിക്കറ് അങ്ങ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നത് അങ്ങ് ഇബാദത്ത് എടുത്തു തുള്ളാറ് അങ്ങനെ ആരാധിക്കറങ്ങ ഇത്തിക്കറാറ്. ആ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചേഞ്ച് ആക്കിയ അല്ല നിങ്ങളെ ഇബാദത്തെല്ലാം അല്ലാഹു കൈത്തിക്കറ്. ഖുൽ ഇന്ന സ്വലാത്തി നന്റെ നിസ്കാര വനുസുകി നന്റെ ബലികർമ്മ വമഹ്യായ വമമാതി നന്റെ ജീവനം നന്റെ മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ അത് ലോകത്തുള്ള റബ്ബുക മാത്രം ഇത്തിക്കറ് ചൊന്ത അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തറിക്ക. അങ്ങനെ ജീവനത്തിൽ ചേഞ്ച് വന്നു. അതിൽ നിന്ന് മുക്തരായാർ അതിൽ നിന്ന് വിട്ടുനിണ്ടാറ്. ആ ചേഞ്ച് നിങ്ങൾക്ക് വേണം തായെങ്കിൽ ആ സമൂഹത്തെ ചേഞ്ച് ആക്കിയപ്പോഴത്തെ ചേഞ്ച് വേണം തായെങ്കിൽ അല്ലാഹുരെ ഖുർആനെ നിങ്ങൾ ജീവിതത്തിൽ പാലനാക്കും. നോക്കൂ ഈ ഖുർആൻ അവതീർണാവുരങ്ങനത്തെ സന്ദർഭത്തിൽ ഇന്നങ്ങനത്തെ ആൽമാർ അങ്ങ് അല്ലാഹുരെ വിളിച്ച് ദുആർന്നു തിന്നാർ അല്ലാഹു അല്ലാത്തങ്ങളെ വിളിച്ച് ദുആർന്നു തിന്നാറ്. രണ്ട് സംഭവം നിങ്ങൾക്ക് കാണാം. അല്ലാഹുരെ വിളിച്ച് ദുആർന്നതും കാണാം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പാട്ടിയ കപ്പൽ പോണ്ട സന്ദർഭത്തില് അത് മുಳುങ്ങുന്ന അവസ്ഥ ഉണ്ടായിട്ട് അങ്ങ് മുಳುങ്ങി പോണ്ടാറ് ചുറ്റുള്ള പേടി വന്ന സന്ദർഭത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി കാണാം ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അങ്ങ് ആ കപ്പലിൽ മുಳುങ്ങുന്നങ്ങനത്തെ പ്രയാസം ഉണ്ടാവുന്നങ്ങനത്തെ ആ ഒരു സന്ദർഭത്തില് പേടിച്ചാറ് മരിച്ചു പോവാ ചുറ്റുള്ള പേടിയായപ്പ അങ്ങ് അല്ലാഹുരെ വിളിച്ച് ദുആർന്നാർ. ഇഖ്ലാസോട് കൂടി അല്ലാഹുരെ വിളിച്ച് ദുആർന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ രക്ഷപ്പെടുത്തിയ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്ന അങ്ങനെ കടൽ നിന്ന് സൈഡിൽ എത്തുപാട്ടിയപ്പ രക്ഷപ്പെടുത്തിയപ്പ അങ്ങ് അല്ലാഹുരെ ഒട്ടിಗೆ ശിർക്കാക്കിയാറ്. അവിടെ മനസ്സിലാക്കൂല്ലേ അല്ലാഹുരെ വിളിച്ചോ ഇന്നാർ അല്ലാഹുരെ വിളിച്ചോ ഇന്നാർ അല്ലാഹുരെ വിളിച്ച് ദുആർന്നോ ഇന്നങ്ങ ഇത്തിക്കറാറ്. അണ്ടത്തെ ആ ഖുർആൻ അവതീർണാവുമ്പക്കുള്ളങ്ങനത്തെ സമൂഹ നോക്കൂ. അബൂജാലിന്റെ ജീവിതത്തിൽ കാണാ ബദ്ർ യുദ്ധത്തിൽ പണ്ട സന്ദർഭത്തില് അബൂജാൽ ദുആർക്കര കാണാ അല്ലാഹുമ്മ അയ്യുനാ കാന അഖ്തഅ ലിർറഹീം വആതാനാ ബിമാ ലാ നഅരിഫ്. അല്ലാഹുവേ ആറൈത്തിക്കർ കുടുംബ ബന്ധം മുറിച്ചത് ആറൈത്തിക്കർ ദീനിൽ പുതിയത് കൊടുന്നത് അവന്റെ നീ ഇല്ലാത്താക്കല്ല അവന്റെ ഹലാക്കാക്കല്ല ചൊന്തുള്ള രൂപത്തില് അല്ലാഹുരെ വിളിച്ച് ദുആർന്നത് കാണാ. ആറൈത്തിക്കർ ദുആർന്നത് അബൂജഹൽ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആന്റെ മുഖാന്തര എന്താ ഇത്തിക്കർ ചേഞ്ച് ഉണ്ടാക്കിയത്? ആ അബൂജഹലിന്റെ വിശ്വാസ ചില സന്ദർഭത്തിൽ അല്ലാഹുരെ വിളിച്ചെന്തായെങ്കിൽ യാർത്ഥ സന്ദർഭത്തിൽ അങ്ങ് അല്ലാഹു അല്ലാത്തങ്ങളെ വിളിച്ചോ ഇന്നാറ്.
ಆ ವಿಶ್ವಾಸ ಇಂಡತ್ತೆ ಆಲ್ಮಾರು ಉಳ್ಕೊಂಡು ಜೀವಿಕ್ರೆ ಅಂತಾಯಂಗಿ ಅಂಕ ಚೊಲ್ಲಗುಲ್ಲದು ಅಂಗಳೊಟ್ಟಿಗೆ ಚೊಲ್ಲಗುಲ್ಲದು ಅಂಡತ್ತೆ ಮಕ್ಕತ್ತ ಮುಶ್ರಿಕರಂಗ ಹಾಕ್ಯದು ನಿಂಕುಲ್ಲೆ ವ್ಯತ್ಯಾಸ ಎಂದ್ರೆ ಜಂತೆ ನಿಂಗ ಪರಿಶೋಧಿಕೋರು അണ്ടത്തെ മക്കത്തെ മുശ്രിക്കരങ്ങ അങ്ങ് ചില സന്ദർഭത്തിൽ അള്ളാഹുരൊട്ടിക്ക് ദുവാർന്നു ഇന്നാറ് ചില സന്ദർഭത്തിൽ അള്ളാഹു അല്ലാത്തങ്ങളൊട്ടിക്കും ദുവാർന്നു ഇന്നാറ് അപ്പൊ ചിന്തിക്കൊരു ആ റീതിക്ക് ഏത് വിശ്വാസത്തിലെ കാരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസം അതല്ല ആ സന്ദർഭത്തിൽ റസൂൽ ദുവാർന്നത് എന്താ ഇത്തിക്കർ ദുവാർന്നത് അല്ലാഹുമ്മ ഇന്നക ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ഫലാ തുഅബദ ഫിൽ അർളി അബദാ അല്ലാഹു സ്വന്തം ഇത്തിക്കർ വിളിച്ചു ദുവാർന്നത് അല്ലാഹു സ്വന്തം ഇത്തിക്കർ വിളിച്ചു ദുവാർന്നത് അപ്പൊ ജീവനത്തിൽ എന്തിനെ മനസ്സിലാക്കില്ല ആ ഖുർആൻ അവതീർണായത് കൂടി എന്ത് ചേഞ്ച് ഉണ്ടായിട്ട് ചേഞ്ച് നമ്പർ 1 അല്ലാഹു സുബ്ഹാനഹു വ തആലരെ മാത്രം വിളിക്കണം ചൊന്തോടെ പിടിയായിട്ട് അപ്പുറത്തിൽ ഇന്ന ആൾമാർ അല്ലാഹുരെ വിളിച്ചാർ അല്ലാഹു അല്ലാത്ത ഔലിയാക്കന്മാരെ വിളിച്ചാർ അങ്ങനെ ഇങ്ങനത്തെ സ്വാലിഹത്തുൽ ആൾമാരെ വിളിച്ചാർ എല്ലാ ആൾമാരെ വിളിച്ചോ ഇന്നാർ അതിരൊട്ടിಗೆ അല്ലാഹുരും അയങ്ക അല്ലാഹുരെ ഖുർആൻ അവതീർണാക്കിയത് അങ്ക് പഠിപ്പാട്ടിയത് റബ്ബനാ നിങ്ങൾ റബ്ബുരെ വിളിക്കും ربنا تقبل منا ربنا آتنا في الدنيا ربي اجعلني مقيم الصلاة ربي هب لي من لدنك ذرية طيبة ഇങ്ങനെ റബ്ബി റബ്ബി ചൊന്തു വിളിക്കും മാത്രമേ തിക്കറെ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പാട്ടിയത് അവിടെ ചേഞ്ച് ഉണ്ടായിട്ട് ഈ അല്ലാഹുരൊട്ടിಗೆ ബാരങ്ങളെ വിളിച്ചു ഇന്നങ്ങനത്തെ ഒരു സമൂഹ അല്ലാഹു അല്ലാത്ത ആൾമാരെ വിളിക്ക അല്ലാഹുരൊട്ടിಗೆ അല്ലാത്തങ്ങളും വിളിക്ക ഇടയിൽ പ്രയാസം വന്നപ്പോൾ അല്ലാഹുരെ വിളിക്കാ ചൊന്നു ഇന്നങ്ങനത്തെ സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ കൊണ്ട് ചേഞ്ച് ആക്കിയത് അല്ലാഹുരെ മാത്രം വിളിക്കണം ചൊന്തലെ ആയത്ത് അവതീർണാക്കിയ വഖാല റബ്ബുക്കും നിങ്ങളെ റബ്ബു ചൊന്നറ ഉദ്ഊനി നിങ്ങൾ എന്നെ വിളിച്ച് ദുആ കറു അസ്തജിബ് ലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തണ്ട എന്റെ മാത്രം വിളിച്ച് ദുആ കറു ഞാൻ നിങ്ങൾക്ക് ഉത്തരം തണ്ട നോക്കൂ നൂറുകണക്കിൽ ആയത്ത് നൂറുകണക്കിൽ ദുആ അല്ലാഹുവിന്റെ ഖുർആനിൽ കാണാ ആരെ ഇത്തിക്കർ അല്ലാഹു വിളിക്കോ ചൊന്നത് റബ്ബി 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 റബ്ബനാ 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 ഈ ഒരു സന്ദേശത്തെ മുഖാന്തര ആ റായത്തുൽ എല്ലാ ശിർക്കൻ വിശ്വാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കിയ ഇണ്ടത്തെ സമൂഹത്തിലെ ആൽമാർ അങ്ങ് ഖുർആനിൽ നിന്ന് വിട്ടു നിന്നാറ് ഈ ഖുർആനിലെ നൂറുകണക്കുള്ള ദുആത്തിൽ നിന്ന് വിട്ടു നിന്നാറ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടിയതായ ഹദീസിൽ വന്നതായ ദുആ അല്ലാഹുമ്മ ചൊന്തുല്ലെ ബിലിയോട് കൂടിയുള്ള ദുആ അതിനെ വിട്ടു നിന്നാറ് അതിൽ നിന്ന് ദൂരെ പോയാറ് എന്നിട്ട് അല്ലാഹു അല്ലാത്തങ്ങളും വിളിക്കാൻ തുല്യ ഉദ്ദേശത്ത് പോയാറ് അല്ലാഹു അല്ലാത്ത ആൽമാരെ വിളിച്ച് ദുആർക്ക അല്ലെങ്കിൽ അകലം നടുൽ വെച്ച് ദുആർക്ക ചൊന്തുല്ലെ രൂപത്തിക്ക് എത്തുകൊല്ലേ കാരണ നിങ്ങൾ മനസ്സിലാക്കണ ഈ വിഷയം തിക്കറ് അല്ലാഹുരെ ഖുർആനിൽ നിന്ന് ദൂരെ പോയത് തിക്കറ് അണ്ടത്തെ സമൂഹ അല്ലാഹുരെ ഖുർആനെ പിടിച്ചു നിന്നാറ് അണ്ടത്തെ സമൂഹ അല്ലാഹുരെ ഖുർആനെ കെട്ടിപ്പിടിച്ചത് കൊണ്ട് തിക്കറ് അങ്ങ് വിജയിച്ചത് എന്താ തിക്കറ് ഖുർആന്റെ സന്ദേശ അല്ലാഹുരെ മാത്രം വിളിച്ച് ദുആ കൊണിച്ചു തിക്കറ് അപ്പൊ മനസ്സിലാക്കി വന്ന വിഷയ അല്ലാഹുരെ ഖുർആന്റെ മുഖാന്തര ഒരു ചേഞ്ച് ഉണ്ടായിട്ട് അല്ലാഹുരെ ഖുർആന്റെ മുഖാന്തര ആ സമുദായത്തിൽ ചേഞ്ച് ഉണ്ടായിട്ട് ആ ചേഞ്ചിനെ സ്വീകരിച്ചിട്ട് ജീവനത്തിൽ പാലനാക്കിറങ്ങത്തെ ആൽമാരെ തിക്രാറ് ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ ആൽമാർ ഈ സഹോദരന്മാർ ഈ സഹോദരന്മാർ ഈ സലഫി പ്രസ്ഥാനത്തുള്ള ആൽമാർ ആ ഖുർആന്റെ ഏതുപോലെ സ്വഹാബത്ത് മനസ്സിലാക്കിയ അതുപോലെ ജീവനത്തിൽ പാലനാക്കി അങ്ങനത്തെ ആൽമാരെ തിക്രാറ് അതിനെ അതേപോലെ സ്വീകരിച്ച് ആൽമാരെ തിക്രാറ് ആയങ്ക ആൽമാർക്ക് ചില ബേജാറുണ്ട് അങ്ങനെ വിശ്വാസത്തെ ആൽമാർ സ്വീകരിക്കില്ല താമ്പോ അങ്ക് പേടി വന്ന് എല്ലാ ആൽമാർ സെൽഫിയത്തേക്ക് പോവാറ് ഇങ്ങനെ സ്വഹാബിമാര് ഏതൊരു വിശ്വാസത്തിൽ ഇന്നാറാ അതേപോലത്തെ വിശ്വാസത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ തായെങ്കിൽ ആൽമാരെല്ലാം അപ്പുറത്ത് പോവാറ് ചൊന്തുള്ള പേടി കാരണ പല രൂപത്തിലുള്ള ആരോപം വന്നോണ്ടുണ്ട് അല്ലാഹുരെ ഖുർആനെ വിശ്വസിക്കാത്ത ചൊന്തു കലവൈത്തിക്കറ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മേലെ സ്വലാത്ത് ചൊല്ലാത്ത ചൊന്തു കലവൈത്തിക്കറ് ബദ്രീങ്ങളെ മേലെ വിശ്വാസം ഇല്ലാത്ത ചൊന്തും കലവൈത്തിക്കറ് കറാമത്ത് വിശ്വസിക്കാത്ത ചൊന്തു കലവൈത്തിക്കറ് ഔലിയാക്കന്മാരെ ನಂಬಾತ ಆಲ್ಮಾರು ಚೊಂತುಲ್ಲೇಕಲ ಆರೋಪ അതും കലവൈത്തിക്കറ് നോക്കൂ എത്രമ ആരോപ ഇത്തിക്കറ് ഈ സലഫി പ്രസ്ഥാനത്തെ മേലുള്ളത് എന്തായിത്തിക്കറ് ഉദ്ദേശ അതുകൊള്ള ഉദ്ദേശം ഒന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നോക്കൂ ഒരു വിഷയത്തിൽ സഹാബത്ത് ഏതൊരു നിലപാടിൽ ഇന്നാറാ ഏതൊരു രൂപത്തിൽ വിശ്വാസം വെച്ചിറാറാ അതുപോലെ വെച്ചോ ഇല്ലങ്ങനത്തെ ഒരു കാരണത്തിന് വേണ്ടിയിട്ട് ഈ സലഫി പ്രസ്ഥാനത്തെ മേൽ ആരോപിക്കറേൻ തായെങ്കിൽ അങ്ങനൊട്ടിಗೆ ചൊല്ലുകൊല്ലത് നിങ്ങൾ അല്ലാഹുരെ ഖുർആന്റെ മുട്ട പറു ഏതൊരു ഖുർആൻ അങ്ങ് സ്വീകരിച്ചമ ആ ഖുർആന്റെ ഏതൊരു രൂപത്തിൽ മനസ്സിലാക്കിയ പോലെ സ്വഹാബിമാർ അതേ രൂപത്തിൽ മനസ്സിലാക്കിയമ ആ വിശ്വാസത്തിന് നിങ്ങൾ ബന്ധം തായെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഈ അർസപ്പാടും ഈ ഗലാട്ടും എല്ലാം ഇല്ലാതാവും ആ ഖുർആനിൽ സൊല്യൂഷൻ ഉണ്ട്
ಹಂಡತೆ ಮಕ್ಕತ್ತ ಮುಶ್ರಿಕಮಾರ್ಲಿ ഇന്നങ്ങത്തെ അത്ര ബെല്ല എല്ലാ ഹറാമിയത്തും എല്ലാ ബെടക്കത്തറും എല്ലാം മ്ലേച്ഛമായതും അത് വ്യവഹാരപരമായിട്ടുള്ളതും വിശ്വാസപരമായിട്ടുള്ളതും എല്ലാത്തരം ചേഞ്ച് ആക്കിയത് ഈ അല്ലാഹുവിന്റെ ഖുർആനും തായെങ്കിൽ സഹോദരന്മാരെ, ചൊന്തു വന്ന വിഷയ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ, ആ ഖുർആനെ പിടിച്ച് ആൽമാർ അതിനെ പിടിച്ച് ജീവനാക്കിയ ആൽമാർക്ക് വലിയൊരു വിജയം കിട്ടി. അങ്ങനെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടായി. അതേപോലത്തെ ഒരു ചേഞ്ച്, അതേപോലത്തെ ഒരു രൂപത്തിലുള്ള ചേഞ്ച് ഞങ്ങളുടെ ജീവിതത്തിൽ വേണം തായെങ്കിൽ ആ അല്ലാഹുവിന്റെ ഖുർആനെ ഞങ്ങൾ പിടിച്ച് ജീവനാക്കണം. അങ്ങനെ ആക്കിയെങ്കിൽ മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിലും വിജയം ഉണ്ടാവും സാധ്യ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ വിജയിക്കോ സാധ്യ. അതുകൊണ്ട് ഖുർആനെ നിങ്ങൾ പിടിക്കോറു. ഖുർആൻ നിന്ന് ദൂരെ പോയിട്ട് ഇന്ന കിതാബും അല്ലെ ഇന്നത്തെ മാല കിതാബ് ചൊന്തുള്ള രൂപത്തിൽ നിങ്ങൾ പോകേണ്ടെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആന്റെ മേലെ ധിക്കാര കാട്ടിട്ട്, അല്ലാഹുവിന്റെ ഖുർആനിലുള്ള ദുവത്ത് ധിക്കാര കാട്ടിട്ട്, അല്ലാഹുവിന്റെ ഖുർആനിൽ പഠിപ്പാട്ടിയതായ എല്ലാ രൂപത്തെ ഉപദേശവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനരും അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചങ്ങനത്തെ വിരോധനരും എല്ലാത്തിൽ നിന്ന് ബുട്ടു നിന്നിട്ട് ഞങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാത്തൊന്ന് സ്വീകരിച്ചിട്ട് ಅದರ പ്രകാര ജീവനാക്കരെന്തായെങ്കിൽ മനസ്സിലാക്കറു ഞങ്ങൾ നഷ്ടത്തിലായ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരും അത്തരത്തിൽ ആൽമാറിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് അല്ലാഹുവിനെ പേടിച്ച് ജീവനാക്കുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ഈ ഖുർആന്റെ ഞങ്ങളുടെ ജീവിതത്തിൽ പാലനാക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനാക്കിയതിരെ ജീവിതത്തിൽ അതേപോലെ പാലിച്ച് ജീവിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതിൽ നിന്ന് വിട്ടു നിൽക്കുകയില്ല കൽപ്പനാക്കിയാണ് അതിൽ അതേപോലെ വിട്ടു നിൽക്കുകയില്ല തൗഫീഖ് അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതായ എല്ലാ ചെറിയ തപ്പുരെ അല്ലാഹു പുറത്ത് മാഫാക്കി തരട്ടെ. മരിക്കുന്ന സന്ദർഭത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചുന്തുള്ള കലിമത്ത് ഷഹാദത്തിൽ ജീവനാക്കൊല്ല തൗഫീഖ് അല്ലാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.